ഹായ്, എൻ്റെ പേര് അഞ്ജലി. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCA കോഴ്സിലെ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ ആ സബ്ജക്റ്റിൽ വരുന്ന BCS 011 ആണ് കോഡ്. ആ സബ്ജക്റ്റിൽ വരുന്ന യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 പാർട്ട് 2. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിറ്റ് 1 എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഒരു PPT കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലോക്ക് 3 ബ്ലോക്സ് ആണ് ഉള്ളത്. അതിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ആ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ വരുന്ന യൂണിറ്റ് 1 കമ്പ്യൂട്ടർ ദെയർ ഒറിജിൻ ആൻഡ് ആപ്ലിക്കേഷൻ. സോ ഈ ഒരു യൂണിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ ജനറേഷൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതിൽ മെയിൻലി വരുന്നത് ഇൻപുട്ട്, സ്റ്റോറേജ്, ദെൻ പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ കമ്പ്യൂട്ടർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. സോ എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഫിഗറിലൂടെ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രോഗ്രാം ആൻഡ് ഡേറ്റ, ദെൻ ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതെന്ന് പറയാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം, C ഓർ C++, നമുക്ക് കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. സോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളിപ്പോ ഇവിടെ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഡിവൈസസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ അവിടെ എന്തുണ്ടാവും, ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാവും. നമുക്ക് ഡേറ്റാസിനെ പെർമനന്റ് ആയിട്ടും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടും നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് CPU-ന്റെ പാർട്സ് ആണ്. സോ ഈ CPU എന്ന് പറയുന്നത് ഈ മെയിൻലി ഈ രണ്ടെണ്ണം കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. CPU എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ്. സോ നമ്മൾ എന്താണ് ഡേറ്റാസ് കൊടുക്കുന്നത്, ആ ഡേറ്റാസിന് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്യും. ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ എന്താണ്, CPU-ന് നമുക്ക് എന്ത് പ്രോസസ് ആണോ ചെയ്യാനുള്ളത് ആ പ്രോസസ് ചെയ്യുന്നത് CPU വഴിയാണ്. സോ ഈ CPU-ന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് യൂണിറ്റിലുള്ള ഡേറ്റാസിനെ ആക്സസ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ എക്സിക്യൂഷൻ എന്ത് ചെയ്യും, ഈ ഡേറ്റാസിനെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റിൽ CPU എന്ത് ചെയ്യും, സ്റ്റോറേജ് യൂണിറ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. സോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് എങ്ങനെ കിട്ടും, ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. സോ ഇതാണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടാവും. ഇൻപുട്ട് ഡിവൈസസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. എന്താണ് ഒരു സപ്പോസ് നമുക്കിപ്പോ ഒരു ഫയൽ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ആ ഫയൽ എവിടെയാണ് ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യും. സോ ഇവിടെ ഇപ്പൊ നമുക്ക് ഇൻപുട്ട് ഡിവൈസിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, നമുക്ക് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കീബോർഡ് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു മൗസ് ക്ലിക്ക് ഇവന്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിനെ സ്റ്റോറേജ് യൂണിറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ CPU-ന്റെ മെയിൻ പാർട്ടാണ്. അപ്പൊ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് കൺട്രോൾ യൂണിറ്റ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ആ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ഈ രണ്ട് പാർട്ടും എന്താണ്, CPU-ന്റെ മെയിൻ പാർട്സ് ആണ് കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും. സോ ഈ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് ആ ഡേറ്റാസ് റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത ഡേറ്റാസ് ഔട്ട്പുട്ട് ഡിവൈസസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ വെച്ച് നമുക്ക് ആ ഒരു ഔട്ട്പുട്ടിനെ കാണാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് പ്രിന്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷൻസ്.
സോ ഇതിൽ പറയുന്നുണ്ട് പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ദ ടാസ്ക് ഓഫ് പെർഫോമിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഈസ് കോൾഡ് പ്രോസസിംഗ്. സോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൊടുത്തു, അത് പ്രോസസ് ചെയ്യണമെങ്കിൽ മീൻസ് അതൊരു കൺട്രോൾ യൂണിറ്റും ലോജിക്കൽ അരിത്തമെറ്റിക് ആൻഡ് ALU എന്ന് പറയും അതിന് ഷോർട്ട് ആയിട്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും വെച്ചിട്ട് അതിന് ടാസ്ക് പെർഫോം ചെയ്യുന്നതിനെയാണ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. The CPU or central processing unit takes data and instructions from the storage unit and makes all sorts of calculations based on the instructions given and the type of data provided. സോ CPU എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ഡേറ്റാസിനെ എടുത്തിട്ട് അതിന് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്, ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് അതെന്ത് ചെയ്യും, അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. Then it is then sent back to the storage unit. After execution of the program, അതെന്ത് ചെയ്യും, മെമ്മറിയിൽ or storage unitലേക്ക് അത് റിട്ടേൺ ചെയ്യും, സെൻഡ് ചെയ്യും. The RAM temporarily stores information. ഞാനിപ്പോ പറഞ്ഞു നമുക്ക് ഡേറ്റാസിനെ വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. സോ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RAM യൂസ് ചെയ്യുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. ദെൻ നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം, ഔട്ട്പുട്ട്. This is the process of producing results from the data for getting useful information. നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ്. Then output device display information on the screen or monitor or the printer and sends information to the computers. നമ്മളിപ്പോ പറഞ്ഞു ഓൾറെഡി എന്താണ്, നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് പ്രിന്ററിൽ സ്ക്രീനിൽ കാണാം, മോണിറ്ററിൽ കാണാം. അതെല്ലാം നമുക്ക് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ പ്രിന്റർ യൂസ് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുക്കാം, ഹാർഡ് കോപ്പി വേണമെങ്കിലും എടുക്കാം. അഗെയിൻ ദി ഔട്ട്പുട്ട് ഇസ് ഓൾസോ സ്റ്റോർഡ് ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ ഫോർ ഫർദർ പ്രോസസിംഗ്. ഇപ്പൊ നമുക്ക് നിങ്ങൾ ചെയ്ത റിസൾട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാനും പറ്റും, മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് അത് ലേറ്റർ നമുക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ നമുക്ക് ഒന്നും കൂടെ റിട്രീവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേഷണൽ യൂണിറ്റ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഓപ്പറേഷണൽ യൂണിറ്റിൽ വരുന്നത് നമുക്ക് മെയിൻലി 3 ഓപ്പറേഷണൽ യൂണിറ്റ് ആണ്. In order to carry out the operations, the computer allocates the task among its various operational units. So these are arithmetic logic unit, that is ALU, control unit, that is CU, and central processing unit, that is CPU, the brain of the computer. സോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ മെയിൻലി ഈ 3 ഓപ്പറേഷണൽ യൂണിറ്റ് ആണ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ALU എന്താ നോക്കാം, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. So arithmetic logic unit is an important component of CPU which carry the actual execution of the instructions. After entering the data through the input device, it is stored in the primary storage unit. Then processing of the data and instructions are performed by arithmetic logic unit. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇൻപുട്ട് വഴി എന്താണ് ഡേറ്റാസ് കമ്പ്യൂട്ടറിന് കൊടുക്കും, ആ ഡേറ്റാസ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, സ്റ്റോറേജ് പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ എന്താണോ അത് നമുക്ക് ചെയ്യാനുള്ളത്, മീൻസ് എന്ത് പ്രോസസ് ആണോ ചെയ്യാനുള്ളത് ആ ഒരു കാൽക്കുലേഷൻസ് മീൻസ് അരിത്തമെറ്റിക് ആവാം അല്ലെങ്കിൽ ലോജിക്കൽ ആവാം. സോ അരിത്തമെറ്റിക് ലോജിക്കൽ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. So the major operations performed by the ALU are addition, subtraction, multiplication, division and logic and comparison. So ALU മെയിൻലി ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും പ്ലസ് കമ്പാരിസൺ ആൻഡ് ലോജിക് ആയിട്ടുള്ള എക്സിക്യൂഷൻസ്, ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസും ആണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ALU ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്കിനി കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത് നോക്കാം. Control unit. So control unit which acts like the supervisor seeing that things are done in proper fashion. So control unit എന്ന് പറഞ്ഞാൽ ഇതൊരു സൂപ്പർവൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം സൂപ്പർവൈസർ എന്തൊക്കെയാ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻസ്ട്രക്ഷൻസും ഓർ എല്ലാ എക്സിക്യൂഷൻസും കറക്റ്റ്ലി ആണോ ചെയ്യുന്നത് എന്ന് നോക്കുന്ന ഒരു സൂപ്പർവൈസർ ആണ് ഈ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, then the control unit determines the sequence in which computer programs and instructions are executed. സോ കൺട്രോൾ യൂണിറ്റ് ഡിറ്റർമൈൻസ് ദ സീക്വൻസ്, ഏത് സീക്വൻസിലാണ് ഈ ഒരു എല്ലാ പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യം നോക്കുന്നത് ആരാണ്, കൺട്രോൾ യൂണിറ്റ് ആണ്. It also acts as a switchboard operator when several users access computer simultaneously. ഇപ്പൊ കുറെ യൂസേഴ്സ്, ഒരു മൾട്ടി യൂസർ ആണെന്ന് വിചാരിക്കാം, മൾട്ടി യൂസർ കമ്പ്യൂട്ടർ ആണെങ്കിൽ സെവറൽ യൂസേഴ്സ് എന്താവും ആ ഒരു കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യും. സോ it also acts as a switchboard. സോ അതൊരു ഈ ഒരു കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ബോർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ഈ ഒരു ടൈമിൽ ഏത് യൂസറിനാണ് കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റുക, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. And it is
ഇറ്റ് ഈസ് ദ മാനേജർ ഓഫ് ഓൾ ദി ഓപ്പറേഷൻസ്. ഞാനിപ്പോ പറഞ്ഞു ഈ ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാനേജർ ഓഫ് ഓൾ ദി ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസും മാനേജ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. സോ ഇത്രയാണ് കൺട്രോൾ യൂണിറ്റിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് CPU എന്താന്ന് നോക്കാം. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. So the ALU and the CU of computer system are jointly known as CPU. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ CPUയിൽ വരുന്ന മെയിൻലി വരുന്ന രണ്ട് പാർട്സ് ആണ് ALU and control unit. So CPU may be considered as the brain of the computer. The motherboard contains the circuitry and connections that allow the various components to communicate with each other. So ഇതിലൊരു മദർ ബോർഡ് ഉണ്ടാവും. ആ മദർ ബോർഡിലാണ് എല്ലാ കണക്ഷൻസും സർക്യൂട്ടറിയിലാണ് എല്ലാ കണക്ഷൻസും അവിടെ കാണിച്ചിട്ടുള്ളത്. സോ എല്ലാ കമ്പോണൻസിനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് മദർ ബോർഡിലാണ്. സോ എന്താണ് സിസ്റ്റം യൂണിറ്റ് നോക്കാം. എ കമ്പ്യൂട്ടർ സിസ്റ്റം യൂണിറ്റ് കണ്ടെയ്ൻസ് മെനി പാർട്ട്. ഒരു സിസ്റ്റം യൂണിറ്റിൽ മെനി പാർട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് പോർട്സ് ആൻഡ് കണക്ടേഴ്സ്. പോർട്സ് ആൻഡ് കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എ പോർട്ട് ഈസ് എ കണക്ടർ ലൊക്കേറ്റഡ് ഓൺ ദി മദർ ബോർഡ് ഓർ ഓൺ എ സെപ്പറേറ്റ് അഡാപ്റ്റർ. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മദർ ബോർഡിൽ കൊടുത്തിട്ടുള്ള ഒരു കണക്ടർ ആണ്. പോർട്ട് ഈസ് എ കണക്ടർ ആണ് ലൊക്കേറ്റഡ് ഓൺ ദി മദർ ബോർഡ്. മദർ ബോർഡിൽ കൊടുത്തിട്ടുള്ള ഒരു കണക്ടർ ആണ് പോർട്ട്. സോ നമുക്ക് ഈ പോർട്ടിൽ കൂടെ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. Ports and connectors allow the computer to communicate with different devices and peripherals attached with it. സോ ഈ ഒരു പോർട്ടും കണക്ടേഴ്സും വെച്ചിട്ട് നമുക്ക് എല്ലാ ഡിവൈസസിനും കമ്പ്യൂട്ടറിൽ വരുന്ന എല്ലാ ഡിവൈസസിനും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടും കണക്ടേഴ്സും യൂസ് ചെയ്യുന്നത്. സോ സിസ്റ്റം യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണ് പോർട്ട് ആൻഡ് കണക്ടേഴ്സ്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം പവർ സപ്ലൈ. So power supply changes normal household electricity into electricity that a computer can use. ഈ പവർ സപ്ലൈ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എല്ലാവരുടെ വീട്ടിലും പവർ സപ്ലൈ ഉണ്ട്. സോ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് പവർ സപ്ലൈ. ഓക്കെ, സോ എ പവർ സപ്ലൈ ഓർ പവർ സപ്ലൈ യൂണിറ്റ് ഈസ് ആൻ ഇന്റേണൽ കമ്പോണന്റ് യൂസ്ഡ് ടു സപ്ലൈ ദി പവർ ടു ദി കമ്പോണന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഈ പവർ സപ്ലൈ യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ ഉള്ളൊരു PSU എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ആ ഒരു PSU ആണ് ഇന്റേണൽ കമ്പോണന്റ് ആണ്. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്ന യൂണിറ്റ് ആണ് പവർ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് മദർ ബോർഡ്. The motherboard is the main circuit board of a computer. ഒരു കമ്പ്യൂട്ടറിലുള്ള മെയിൻ സർക്യൂട്ട് ബോർഡ് ആണ് മദർ ബോർഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി മെയിൻ ബോർഡ് ഓർ സിസ്റ്റം ബോർഡ്. ഇതിനെ നമുക്ക് മെയിൻ ബോർഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം ബോർഡ് എന്ന് പറയാം. It is a circuit board in which all the components are connected through cable within a personal computer. ഇതൊരു സർക്യൂട്ട് ബോർഡ് ആണ്. എല്ലാ കമ്പണൻസും കമ്പ്യൂട്ടറിലെ എല്ലാ കമ്പണൻസും കണക്ട് ചെയ്യുന്നത് ഈ ഒരു മദർ ബോർഡ് ത്രൂ ആണ്. Many devices are connected with motherboard directly or indirectly. Motherboards usually provide the interface between the CPU, memory and output, peripheral circuits, main memory and facilities for initial setup of the computer immediately after power on. സോ ഈ ഒരു മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പണൻസിന്റെയും ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ മദർ ബോർഡ് ത്രൂ ആണ് എല്ലാ കമ്പണൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. സോ വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ ആണ്. മാത്തമാറ്റീഷ്യൻ ജോൺ വോൺ ന്യൂമാൻ conceived a computer architecture which forms the core of nearly every computer system in use today. സോ കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് വോൺ ന്യൂമാൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വോൺ ന്യൂമാന്റെ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദിസ് ആർക്കിടെക്ചർ ഈസ് ഓൾസോ നോൺ ആസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഈ ഒരു ആർക്കിടെക്ചറിനെ നമുക്ക് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നും കൂടെ വിളിക്കാം. It is a design model for the modern computers which has the central processing unit and the concept of memory used for storing both data and instructions. സോ ഇതൊരു ഡിസൈൻ മോഡലാണ് ഫോർ മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. മോഡേൺ കമ്പ്യൂട്ടേഴ്സും ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഹാസ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആൻഡ് ദി കോൺസെപ്റ്റ് ഓഫ് മെമ്മറി. ഇതിൽ CPU ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറിയും ഉണ്ട്. യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ബോത്ത് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെമ്മറി,
then control unit, arithmetic logic unit, input and output. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഒരു യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കും സിസ്റ്റത്തിന്. സപ്പോസ് അതൊരു പ്രോഗ്രാം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷൻ ആ ഒരു പ്രോഗ്രാമിനനുസരിച്ച് അതെന്ത് ചെയ്യും, അതിനെ നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ CPU ഓർ ALU, CPU വരുന്ന 2 പാർട്സ് ആണ് CU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU. സോ ഇതിലേക്ക് വന്നിട്ട് ഈ ഒരു CPU എന്ത് ചെയ്യും, ആ ഡേറ്റാസിനെ ആക്സസ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, പിന്നെയും അത് സെൻഡ് ബാക്ക് ടു മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്. ആ CPU എന്ത് ചെയ്യും, ആ ഡേറ്റാസിനെ പിന്നെയും മെമ്മറിയിലേക്ക് ഓർ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യും. ദെൻ ഔട്ട്പുട്ട്. അപ്പൊ സെയിം കാര്യങ്ങളാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രോസസർ ഓർ അക്യുമുലേറ്റർ, then input output, then memory. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിലുള്ളത്. ഈ ഒരു ഫിഗർ പഠിച്ചിരിക്കണം. ദെൻ നമുക്ക് എന്ത് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് സൈസസ്, ഷേപ്സ് ആൻഡ് വെയ്റ്റ്സ്. നമുക്ക് കമ്പ്യൂട്ടർ ഡിഫറെന്റ് സൈസിൽ ഉണ്ടാവാം, ഷേപ്പിൽ ഉണ്ടാവാം, അതുപോലെ തന്നെ വെയിറ്റിലും ഉണ്ടാവാം. സോ ഡ്യൂ ടു ദീസ് ഡിഫറെന്റ് സൈസ് ആൻഡ് ഷേപ്സ് ദേ പെർഫോം ഡിഫറെന്റ് സോർട്ട് ഓഫ് ജോബ്സ് ഫ്രം വൺ അനദർ. സോ ഈ ഒരു ഡിഫറെന്റ് സൈസ് ആവട്ടെ, അതേപോലെ ഡിഫറെന്റ് ഷേപ്പ് ആവട്ടെ, ആ ഒരു ഡിഫറെന്റ് ഷേപ്പിനെയും സൈസിനെയൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ ജോബ്സും ചിലപ്പം എന്താവാം, ഡിഫറെന്റ് ആവാം. So a computer that is used in home differs in size and shape from the computer being used in hospital. So നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആവില്ല, ഏതെങ്കിലും ഒരു എന്താ പറയുക കോപ്പറേറ്റീവ് ആയിട്ടുള്ള നമുക്കൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഒരു മെയിൻ ഫ്രെയിം ആവാം ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയൊരു നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് മാത്രം യൂസ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആവാം. So the term capacity refers to the volume of work or the data processing capacity a computer can handle. Their performance is judged by. സോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വോളിയം ഓഫ് വർക്ക്, എത്ര എമൗണ്ട് ഓഫ് വർക്ക് ആ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഒരു പ്രോസസിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എമൗണ്ട് ഓഫ് ഡേറ്റ that can be stored in memory. എത്ര എമൗണ്ട് ഓഫ് ഡേറ്റാസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ കപ്പാസിറ്റി പറയാം. ഓർ സ്പീഡ് ഓഫ് ഇന്റേണൽ ഓപ്പറേഷൻ ഓഫ് ദി കമ്പ്യൂട്ടർ. അതല്ല, ചിലപ്പോൾ സ്പീഡ് ആവാം, ചില കമ്പ്യൂട്ടേഴ്സ് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, അപ്പം ആ ഒരു സ്പീഡിനനുസരിച്ചിട്ടാവാം. അല്ലെങ്കിൽ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പെരിഫറൽ ഡിവൈസസ്, എത്ര പെരിഫറൽ ഡിവൈസസ് ഉണ്ട്, അപ്പൊ നമ്പർ ഓഫ് പെരിഫറൽ ഡിവൈസസിനെ ബേസ് ചെയ്തിട്ടാവാം. ഓർ എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ യൂസ് വിത്ത് ദി കമ്പ്യൂട്ടർ. അതും അല്ലെങ്കിൽ എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ദി സോഫ്റ്റ്വെയർ, ആ ഒരു സിസ്റ്റത്തിന് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓഫ് ദി ഓർ ടൈപ്പ് ഓഫ് ദി സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടാവാം. സോ ഇത്രയാണ് അതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ്. 4 പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത് കപ്പാസിറ്റിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സോ നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാ വരുന്നത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. Micro computers were the mass production of silicon chips since 1971 has made it possible to put a brain into all sort of machine. One such machine is the microcomputer. സോ നമ്മൾ 1971 തന്നെ സിലിക്കൺ ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എന്താ പറയുന്നത് 1971 ഹാസ് മേഡ് ഇറ്റ് പോസിബിൾ ടു പുട്ട് എ ബ്രെയിൻ ഇൻ ടു ഓൾ സോർട്സ് ഓഫ് മെഷീൻ. ആ 1971 തന്നെ സിലിക്കൺ ചിപ്പിന്റെ ഇൻവെൻഷനോട് കൂടി മെഷീൻസിന് ബ്രെയിൻ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ വരുന്ന ഒരു മെഷീനാണ് മൈക്രോ കമ്പ്യൂട്ടർ. So microcomputer memories are generally made of semiconductor fabricated on silicon chip. ഈ ഒരു മൈക്രോ കമ്പ്യൂട്ടറിന്റെ മെമ്മറി ബിൽഡ് ചെയ്തിട്ടുള്ളത് സെമികണ്ടക്ടർ വെച്ചിട്ടാണ്, ഫാബ്രിക്കേറ്റഡ് ഓൺ സിലിക്കൺ ചിപ്പ്. So it is a digital computer system under the control of a stored program that uses a microprocessor, a ROM and a RAM. സോ ഈ ഒരു മൈക്രോ കമ്പ്യൂട്ടറിൽ ഇതൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ സ്റ്റോർഡ് പ്രോഗ്രാം ദാറ്റ് യൂസസ് മൈക്രോ പ്രോസസർ. സോ ഇതില് മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് റാം യൂസ് ചെയ്യുന്നുണ്ട്, റോം യൂസ് ചെയ്യുന്നുണ്ട്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി, റാം പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടുഡേ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ കോൾഡ് ആസ് PC, personal computers, more commonly as PC. സോ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ്. ദീസ് ആർ സ്മോൾ, റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് കമ്പ്യൂട്ടർ
ഡിസൈൻഡ് ഫോർ പേഴ്സണൽ യൂസ് ഇൻ ഹോം ഓർ ഓഫീസ്. സോ നമ്മൾ വീട്ടിലും അതേപോലെ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് അതിനെ നമ്മൾ PC എന്നാണ് പറയാ, പേഴ്സണൽ കമ്പ്യൂട്ടർ. നമ്മൾ കാഷ്വലി യൂസ് ചെയ്യുന്ന മീൻസ് നമുക്ക് ഓഫീസ് വർക്കിനാവാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാവാം. ആ ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറിനെയാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ്, അതേപോലെ സ്മോളും ആണ്. സോ നമുക്ക് നെക്സ്റ്റ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്താ നോക്കാം. The mini computer to handle tasks that large computers could not perform economically. So എവിടെയാണ് നമ്മൾ മിനി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? To handle tasks that large computers could not perform economically. Then next point, it provides faster operating speeds and larger storage capacities than microcomputer system. സോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാസ്റ്റർ ഓപ്പറേറ്റിംഗ് സ്പീഡ് ആണ്, അതേപോലെ തന്നെ ലാർജർ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ആസ് കമ്പയർ ടു മൈക്രോ. നമ്മളിപ്പോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മൈക്രോ കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞു. സോ ഈ ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടുതലാണ്, അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടുതലാണ്. These computers can support a large number of high-speed input-output devices. So ഈ ഒരു കമ്പ്യൂട്ടറിന് ഹൈ സ്പീഡ് ആയിട്ട് ലാർജ് നമ്പർ ഓഫ് ഹൈ സ്പീഡ് ഇൻപുട്ട്-ഔട്ട്പുട്ട് ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Then operating system developed for mini computer system generally support both multi-programming and virtual storage. സോ ഈ ഒരു മിനി കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോത്ത് മൾട്ടി പ്രോഗ്രാമിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വെർച്വൽ സ്റ്റോറേജിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. This means that many programs can be run concurrently. So നമുക്ക് ഈ ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രോഗ്രാംസിനെ കൺകറന്റ്ലി അറ്റ് എ ടൈം കുറെ പ്രോഗ്രാംസിനെ റൺ ചെയ്യാൻ പറ്റും. Then mini computers is not as powerful as the medium or large size computer. It is quite close. സോ മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നെക്സ്റ്റ് ഒരു മീഡിയം സൈസ്ഡ് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത്. ആ കമ്പ്യൂട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത്ര പവർഫുൾ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് മിനി കമ്പ്യൂട്ടറിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് മീഡിയം സൈസ് കമ്പ്യൂട്ടേഴ്സ് എന്താ നോക്കാം. It provides faster operating speeds and larger storage capabilities than small computer system. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനേക്കാളും ലാർജർ ആയിട്ടുള്ള സ്റ്റോറേജ് കാപ്പബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഫാസ്റ്റർ ഓപ്പറേറ്റിംഗ് സ്പീഡും ആണ്. Then these computers can support a large number of high-speed input-output devices and several disk drives and can be used to provide online access processing. സോ ഇതിൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ഹൈ സ്പീഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സെവറൽ ഡിസ്ക് ഡ്രൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്യാൻ ബി യൂസ്ഡ്. ദെൻ ഓൺലൈൻ ആക്സസ് പ്രോസസ്സിംഗും കൂടെ വരുന്നുണ്ട്, അതിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then the possibility of increasing the data processing capability of a computer by adding devices such as additional memory and other peripheral devices is called expandability. So ഇതിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? The possibility of increasing the data processing capability of a computer by adding devices such additional memory and other peripheral devices is called expandability. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ പ്രോസസിംഗ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. മീൻസ് ദ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിംഗ് ദ ഡേറ്റ പ്രോസസിംഗ് കപ്പാബിലിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ. എങ്ങനെ നമുക്ക് അത് കൂട്ടാൻ പറ്റുക? നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മെമ്മറി കൊടുക്കാൻ പറ്റും, അഡീഷണൽ മെമ്മറി കൊടുക്കാൻ പറ്റും, ഓർ അഡീഷണൽ ആയിട്ടുള്ള പെരിഫറൽ ഡിവൈസസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എക്സ്പാൻഡബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പാൻഡബിലിറ്റി. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിൽ നെക്സ്റ്റ് വരുന്ന കമ്പ്യൂട്ടർ ആണ് ലാർജ് കമ്പ്യൂട്ടേഴ്സ്. So these computers are the ultimate in flexibility and speed. So flexibilityന്റെ കാര്യത്തിലാണെങ്കിലും സ്പീഡിന്റെ കാര്യത്തിലാണെങ്കിലും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ലാർജ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ലാർജ് കമ്പ്യൂട്ടേഴ്സ് ഹാവ് ഇന്റേണൽ ഓപ്പറേറ്റിംഗ് സ്പീഡ്സ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നാനോ സെക്കൻഡ്സ്. സോ ഇതിൽ ഇന്റേണൽ സ്പീഡ് മെഷർ ചെയ്യുന്നത് നാനോ സെക്കൻഡ്സിലാണ്. ആസ് എ കമ്പ്യൂട്ടർ ടു സ്മോളർ കമ്പ്യൂട്ടേഴ്സ് വേർ സ്പീഡ് ഇൻ ടേംസ് ഓഫ് മൈക്രോ സെക്കൻഡ്. സോ അതിലൊക്കെ മൈക്രോ സെക്കൻഡിലാണ്. ഈ ലാർജ് കമ്പ്യൂട്ടറിൽ നാനോ സെക്കൻഡിലാണ് സ്പീഡ് കാൽക്കുലേറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്താ നോക്കാം. Mainframes are huge multi-user systems designed to process millions of instructions per second and capable of accessing billions of data.
സോ മെയിൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള നമുക്ക് കുറെ എന്താ ചെയ്യാൻ പറ്റും, ഡേറ്റാസ് നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഹ്യൂജ് മൾട്ടി യൂസർ സിസ്റ്റം ഡിസൈൻ ടു പ്രോസസ് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് ഇതിൽ മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. പെർ സെക്കൻഡിൽ നമുക്ക് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. ആൻഡ് കാപ്പബിൾ ഓഫ് ആക്സസിങ് ബില്യൺസ് ഓഫ് ഡേറ്റ. നമുക്ക് എത്ര ഡേറ്റാസ് വേണമെങ്കിലും ഈ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ പറ്റും. Then they can handle gigantic processing jobs in large corporations or government agencies. സോ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഏജൻസിയിലാവട്ടെ, അങ്ങനെ നമ്മൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആവുമ്പോൾ, ഗവൺമെന്റ് ഓഫീസസിലൊക്കെ ആവുമ്പോൾ കുറേ എമൗണ്ട് ഓഫ് ഡേറ്റാസ് ഉണ്ടാവും. സോ ആ ഡേറ്റാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. This computer is commonly used in big hospitals, airline reservations companies. ആ ഒരു ടൈപ്പ് ഓഫ് സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. എയർലൈനിലാവാം, അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലൊക്കെ ആവാം, അല്ലെങ്കിൽ വേറെ അതേപോലെ തന്നെ നമ്മൾ കുറെ ഡേറ്റാസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ ആയിരിക്കും ഈ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. Mainframe computers are normally too expensive and out of reach from a salaried person who wants this computer for his home. So mainframe എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണ്. Mainframe is the second largest in capability and size of the computer family. So computer ഫാമിലിയിൽ സൈസിന്റെ കേസിൽ സെക്കൻഡ് വരുന്നതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഓക്കെ, ദെൻ സൂപ്പർ കമ്പ്യൂട്ടർ. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ നോക്കാം. The most expensive in price, biggest and fastest machines today are supercomputers. ആ പേരിൽ തന്നെയുണ്ട്, സൂപ്പർ ആണ്, സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സോ ഇന്ന് നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ആണ്, ദെൻ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻ ആണ് സൂപ്പർ കമ്പ്യൂട്ടർ. ദാറ്റ് ആർ യൂസ്ഡ് വെൻ ബില്യൺസ് ഓർ ഈവൻ ട്രില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ആർ നീഡഡ്. നമുക്ക് എവിടെയാണോ ബില്യൺസ് ഓർ ട്രില്യൺസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് ഒക്കെ വേണ്ടത്, ആ ഒരു ആ ഒരു ഏരിയയിലാണ് സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. Supercomputers are ultra-fast computers designed to process huge amount of scientific data, then display the underlying patterns that have been discovered. So supercomputers എന്ന് പറഞ്ഞാൽ ultra fast ആണ് കമ്പ്യൂട്ടേഴ്സ്. അത് ഹ്യൂജ് എമൗണ്ട് ഓഫ് സയന്റിഫിക് ഡേറ്റാസ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സിക്യൂട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വന്നിട്ടുള്ളത്, മീൻസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. Then supercomputers are machines that have speed in the 100 million instructions per second range. So per secondly ഇതില് 100 million instructions ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഫിഗറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ. Then different industries also use this huge computer for designing their products. So അവരുടെ products ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് കമ്പനീസ് ഒക്കെ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. It is also used for animation purpose. So animation നമ്മൾ കമ്പ്യൂട്ടറിൽ മീൻസ് നമ്മൾ മൂവീസ് ഒക്കെ കാണാം, ആനിമേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണാം. സോ അതിനൊക്കെ ആനിമേഷനും കൂടെ നമുക്ക് ഈ സൂപ്പർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. Then Param supercomputer is one of the supercomputer developed by India. India develop ചെയ്ത ഒരു കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം. Then സിഡാക് ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Tianhe 1A supercomputer is considered as the fastest supercomputer in the world, which is located in China. So fastest ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആണ് Tianhe 1A എന്ന് പറയുന്നത്. ചൈനയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. Some examples of supercomputers are IBM Blue Gen L, IBM Roadrunner, Cray, Jaguar, etc. So ഇതൊക്കെയാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾസ്. സോ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ടെക്നോളജിയാണ്. ടെക്നോളജിന്റെ ബേസിലാണ് നമ്മൾ ഇനി കമ്പ്യൂട്ടർ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈസിന്റെ ബേസിലാണ്, സൈസ് ഓർ ഷേപ്പിന്റെ ബേസിലൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ടെക്നോളജിയാണ്. എന്തൊക്കെ ടെക്നോളജീസ് ആണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്, സോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇനി കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് അനലോഗ് കമ്പ്യൂട്ടർ. സോ അനലോഗ് കമ്പ്യൂട്ടർ ആണ് അതിൽ ഫസ്റ്റ് പറയുന്നത്. ദ നെയിം അനലോഗ് കംസ് ഫ്രം ദി വേർഡ് അനലോഗസ് മീനിങ് സിമിലർ. സോ അനലോഗ് എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത് അനലോഗസ് എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സിമിലർ, മീൻസ് ഒരേപോലെ. അനലോഗ് സിഗ്നൽ ഈസ് ദി കണ്ടിന്യൂസ് സിഗ്നൽ ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ടേക്ക് എനി വാല്യൂ ഇൻ എ കണ്ടിന്യൂസ് റേഞ്ച്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റും അനലോഗ് സിഗ്നൽസ് എങ്ങനെയാണെന്നുള്ളൊരു വേവ് പോലെയാണ് അനലോഗ് സിഗ്നൽസ് ഉണ്ടാവുക. അത് കണ്ടിന്യൂസ് ആണ്. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ടേക്ക് എനി വാല്യൂ ഇൻ എ കണ്ടിന്യൂസ് റേഞ്ച്. ഒരു കണ്ടിന്യൂസ് റേഞ്ചിൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റും.
It can have infinite number of values. ഇതിന് നമുക്ക് infinite number of values ഉണ്ടാവാം. And analog computers deal with quantities that are continuously variable. Analog computers deal ചെയ്യുന്നത് quantitiesനെ base ചെയ്യാണ്. Quantity ആണ്. They give only approximate results. അത് approximate results മാത്രമേ തരുള്ളൂ. These type of computer provide an analog or simulation of the object or system it represents. സോ ഇവിടെ പറയുന്നത് അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. അത് നമുക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് വരെ എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു അനലോഗ് കമ്പ്യൂട്ടർ ഡീൽ വിത്ത് ക്വാണ്ടിറ്റീസ് ആണ്. ദെൻ കണ്ടിന്യൂസ് വേരിയബിൾസ് ആണ്. അപ്രോക്സിമേറ്റ് റിസൾട്ട്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. കറക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു അനലോഗ് കമ്പ്യൂട്ടറിന് നമുക്ക് കിട്ടുക. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ ഫിഗർ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മെഷീൻ ദാറ്റ് സ്പെഷ്യലൈസസ് ഇൻ കൗണ്ടിങ്. സോ ഇറ്റ് ഈസ് എ machine that specializes in counting. It operates by counting values that are discrete or separate and distinct. Unlike the continuous quantities. നമ്മൾ അനലോഗിൽ നമ്മൾ എന്താ ചെയ്തത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അവിടെ വരിക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. സോ ഇവിടെ എന്താ വരിക എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ആവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആവാം. സോ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ മീൻസ് unlike the continuous quantities that can be measured by the analog computer. Digital signal is a discrete time signal that has a discrete number of levels. നമുക്ക് ഇവിടെ കാണാൻ പറ്റും discrete number of levels ഉണ്ട് ഇതില്. It can only assume one of the two values, that is 0 or 1. ഈ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ only one value മാത്രമേ ഉണ്ടാവുള്ളൂ, 0 or 1. So while analog technology uses continuous signals, digital technology encodes the information into discrete signal states. So ഇവിടെ നമ്മളിപ്പം ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാവട്ടെ, ആ ഇൻസ്ട്രക്ഷൻസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ഓൺലി മെഷീൻ ലാംഗ്വേജ് ആണ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിൽ ബൈനറി വാല്യൂസ് ആണ്, 0 or 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും, ബൈനറി വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യും. Then the digital computer is capable of storing data as long as needed, performing logical operations, editing input data and printing out the results of its processing at high speed. So digital computers inde endakya കാര്യങ്ങൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യും, ഡേറ്റ സ്റ്റോറിങ് ആസ് ലോങ് ആസ് നീഡഡ്. നമുക്ക് എത്ര കാലം വേണോ അത്രയും കാലം ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഡേറ്റാസ് നമുക്ക് ഇൻപുട്ട് ഡേറ്റാസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡേറ്റാസ് നമുക്ക് ഫൈനലി പ്രിന്റ് ചെയ്യാനും പറ്റും. സോ ഇത്രയും അതും ഹൈ സ്പീഡിൽ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ്. Then next, hybrid computers. This special purpose machine called a hybrid computer, which combines the measuring capabilities of the analog computer and the logical and control capabilities of the ഡിജിറ്റൽ കമ്പ്യൂട്ടർ. സോ എന്താണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗിന്റെയും ഡിജിറ്റലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അനലോഗിന്റെ ഏത് പോയിന്റ് ആണ്, മീൻസ് ഏത് ഫീച്ചർ ആണ് കമ്പൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അനലോഗ് മെഷറിംഗ് കാപ്പബിലിറ്റീസ് ഓഫ് ദി അനലോഗ് കമ്പ്യൂട്ടർ. അനലോഗ് കമ്പ്യൂട്ടറിന്റെ മെഷറിംഗ് കാപ്പബിലിറ്റീസും അതേപോലെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ലോജിക്കൽ ആൻഡ് കൺട്രോൾ കാപ്പബിലിറ്റീസും കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിട്ടുള്ളത്. Some hybrid machines contain special equipment can convert analog voltages into digital voltage or vice versa. സോ ഇവിടെ സം ഹൈബ്രിഡ് മെഷീൻസിൽ ചില ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിൽ ചില എക്യുപ്മെന്റ്സ് ഉണ്ടാവാം അനലോഗിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഡിജിറ്റലിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. സോ ഇതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ഇത്രയാണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻസ്. നമ്മൾ സൈസിന്റെ കേസിൽ ബേസിസിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ അതിൽ വരുന്ന ടെക്നോളജിന്റെ ബേസിസിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്നും പഠിച്ചു. സോ നെക്സ്റ്റ് നമുക്ക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, IC ചിപ്സ് എന്താ നോക്കാം. It is an electronic circuit which involves thousands or millions of interconnected components like transistors, diodes and resistors. ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓർ മില്യൺസ് ഓഫ് ഇന്റർകണക്റ്റഡ് കോമ്പണൻസ് ഉണ്ടാവും. അത് ട്രാൻസിസ്റ്റർ ആവാം, ഓർ ഡയോഡ്സ് ആവാം, റെസിസ്റ്റേഴ്സ് ആവാം. They are usually called as IC, integrated circuit. The microprocessor is a integrated circuit that processes all information in the computer. മൈക്രോപ്രോസസ്സർ എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ദാറ്റ് പ്രോസസ്സസ് ഓൾ ഇൻഫർമേഷൻ. ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ ഇൻഫർമേഷൻസും പ്രോസസ് ചെയ്യും.
It keeps track of what keys are pressed and if the mouse has been moved. So ഇതെന്ത് ചെയ്യും, ഈ ഒരു മൈക്രോ പ്രൊസസർ എന്ത് ചെയ്യും, ഓരോ ചിപ്പ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു കീബോർഡ് പ്രസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതൊരു മൗസിന്റെ ഒരു മൂവ്മെന്റ് ആണ്, അതൊക്കെ എന്ത് ചെയ്യും, കീപ് ട്രാക്ക് ചെയ്യും, അതൊക്കെ ചെക്ക് ചെയ്യും. ഇറ്റ് കൗണ്ട്സ് ദി നമ്പേഴ്സ് ആൻഡ് റൺസ് ദി പ്രോഗ്രാം, ഗെയിംസ് ആൻഡ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അത് നമ്പർ ഓഫ് പ്രോഗ്രാംസ്, നമ്പേഴ്സ് കൗണ്ട് ചെയ്യും, അതേപോലെ തന്നെ റൺ പ്രോഗ്രാം എത്ര പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും, പിന്നെ ഗെയിംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ കൺട്രോൾ. ദെൻ ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് ഐസിസ് ആർ ലോവർ കോസ്റ്റ്. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ കോസ്റ്റ് ആണ്, ആൻഡ് ഹൈ റിലയബിലിറ്റി ആൻഡ് സ്മോളർ സ്പേസ് റിക്വയർമെന്റ്. അതിനാകെ കുറച്ച് സ്പേസ് മാത്രമേ വേണ്ടുള്ളൂ അത് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ സ്മോളർ സ്പേസ് റിക്വയർമെന്റ്. ദെൻ നമുക്ക് നെക്സ്റ്റ് സർക്യൂട്ട്സ് നോക്കാം. ഇലക്ട്രോണിക് സർക്യൂട്ട് എന്താ നോക്കാം. An electronic circuit is made from different electrical components such as transistors, resistors, capacitors and diodes. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഉണ്ടായിട്ടുള്ളതാണ്. സച്ച് ആസ് ട്രാൻസിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ് ആവാം, ഓർ ഡയോഡ്സ് എന്നാവാം. ഇതിൽ നിന്നൊക്കെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ടായിട്ടുള്ളത്, വിച്ച് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ ഡിഫറെന്റ് വേസ്. It is an unbroken loop of conductive material that allows electrons to flow continuously. ഇതെന്ന് പറഞ്ഞ ഒരു അൺബ്രോക്കൺ ആയിട്ടുള്ള മീൻസ് ഒരു ഡിവിഷനും ഇല്ലാത്ത ലൂപ്പ് ഓഫ് കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിന് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യാൻ പറ്റും. So the transistor acts like a switch. It can turn electricity on or off. ഇവിടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഓഫ് ചെയ്യാൻ പറ്റും ആസ് പെർ ദി റിക്വയർമെന്റ്. It is used, for example, in computers to store information. So it is used, for example, in computers. ഈ കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത് പറഞ്ഞാൽ അതിൽ വരുന്ന വേറെ പോയിന്റ് ആണ് the resistor limit the flow of electricity and gives us the possibility to control the amount of current that is allowed to pass. For example, resistors are used among other things to control the volume in television sets or radios. ഇതെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ലിമിറ്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. റെസിസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. And gives us the possibility to control the amount of current that is allowed to pass. എത്ര amount of current പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. Then for example, resistors are used among other things to control the volume in television. നമുക്കിപ്പോ വോളിയം ടെലിവിഷനിൽ നമുക്ക് റിമോട്ട് വെച്ചിട്ട് വോളിയം കുറക്കാൻ പറ്റും. To control the volume in television sets or radios. The capacitor collects electricity and releases it all in one quick burst. For example, photocells where a light beam that is broken triggers the diode to stop electricity from flowing through it. ഇപ്പൊ നമുക്ക് കപ്പാസിറ്റർ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ കപ്പാസിറ്റർ കളക്ട്സ് ഇലക്ട്രിസിറ്റി കളക്ട് ചെയ്യും ആൻഡ് റിലീസസ് ഇറ്റ് ഓൾ ഇൻ വൺ ക്യൂബ് ബേഴ്സ്. സോ ഇലക്ട്രിസിറ്റി കളക്ട് ചെയ്തിട്ട് ഒരു ക്യൂബ് ബേഴ്സിൽ അതെന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി റിലീസ് ചെയ്യും. അതാണ് അതിലെ കപ്പാസിറ്ററിന്റെ കാര്യം പറയുന്നത്. ദെൻ ഈ ഒരു ഫ്ലാഷ് മീൻസ് ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്ലാഷ് ലൈറ്റ്. നമ്മളെ ഫോണിലൊക്കെ ഉള്ള ഫ്ലാഷ് ലൈറ്റ് ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ട്രാൻസിസ്റ്റർ വേഴ്സസ് വാക്യൂം ട്യൂബ് നോക്കാം. ട്രാൻസിസ്റ്റർ വേഴ്സസ് വാക്യൂം ട്യൂബ്. സോ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡ് ജനറേഷനിലാണ്. ദെൻ വാക്യൂം ട്യൂബ് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് വാക്യൂം ട്യൂബ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ എന്തൊക്കെയാണ് അതിൽ വരുന്ന പോയിന്റ്സ് നോക്കാം. The transistor is the most important one for the development of modern computers. So modern computers ന്റെ ഒരു essential ആയിട്ടുള്ള ഒരു പാർട്ടാണ് ട്രാൻസിസ്റ്റർ. Before the transistor, engineers had to use vacuum tubes. Just as the transistor, the vacuum tube can switch electricity on or off or amplify a current. So ട്രാൻസിസ്റ്ററിന്റെ ഇൻവെൻഷന് മുമ്പേ എഞ്ചിനീയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. ഫോർ vacuum tubes can switch electricity on or off. So electricity on ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ vacuum tubes ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടായത്. The vacuum tube looks and behaves very much like a light bulb. So vacuum tubes കാണാൻ അതിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബൾബ് പോലെയായിരുന്നു അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. It generates a lot of heat. അതിന്റെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കര ചൂടായിരിക്കും. And has a tendency to burn out. അത് burn out ആവാനുള്ള ടെൻഡൻസിയും കൂടുതലാണ്. ചൂടുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഹീറ്റ് ആയതുകൊണ്ട് തന്നെ അത് ബേൺ ഔട്ട് ആവാനുള്ള ടെൻഡൻസിയും എന്തായാലും കൂടുതലായി. സോ ദ ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ENIAC, ഫോർ എക്സാമ്പിൾ, വാസ് എ ഹ്യൂജ് മോൺസ്റ്റർ ദാറ്റ് വെയ്റ്റഡ്
over the 30 tons and consumed 200 kilowatts of electrical power. The first digital computer ആണ് ENIAC. Then when the transistor was invented in 1940, it was considered a revolution. So 1947 ട്രാൻസിസ്റ്റർ വന്നതോടുകൂടി ഈ കമ്പ്യൂട്ടറിന്റെ ഒരു റെവല്യൂഷൻ ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്മോൾ, ഫാസ്റ്റ്, റിലയബിൾ ആൻഡ് എഫക്റ്റീവ്, ഇറ്റ് ക്വിക്കലി റീപ്ലേസ് ദി വാക്യൂം ട്യൂബ്. സോ ഈ ട്രാൻസിസ്റ്റർ വന്നതോടുകൂടി വാക്യൂം ട്യൂബ് എന്തായി? റീപ്ലേസ് ആയി. സോ ഇത്രയാണ് അതിൽ കാര്യങ്ങൾ പറയാനുള്ളത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം. Operating system is a program that acts as an interface between user of computer and the computer hardware. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്റർഫേസ് ആണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും യൂസറിന്റെയും ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഒരു യൂസറിന് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സപ്പോസ് CPU ആവാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആവാം. സോ ഈ ഒരു ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഇന്റർമീഡിയറ്റ് ആയിട്ട് അതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതിന് യൂസറിന് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസർക്ക് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. The purpose of an operating system is to provide an environment in which user can execute program in a convenient and efficient manner. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കിപ്പോ സപ്പോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എന്ന് കരുതാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്കൊരു IO ഡിവൈസസിനെ ഓർ എന്തെങ്കിലും ഒരു ഡിവൈസസിനെ നമുക്ക് ആക്സസ് ചെയ്യണം, അല്ലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ്സ് എഴുതേണ്ടി വരും. കോഡ്സ് എഴുതിയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ആക്സസ് നടക്കുള്ളൂ. സോ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എൻ എൻവിറോൺമെന്റ് ഇൻ വിച്ച് യൂസർ ക്യാൻ എക്സിക്യൂട്ട് പ്രോഗ്രാം ഇൻ എ കൺവീനിയന്റ് മാനർ. യൂസറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. യൂസറിന് ഒരു പ്രോഗ്രാം കൊടുക്കാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ കൺവീനിയന്റ് മാനറിൽ പറ്റും, ഓർ എഫക്റ്റീവ് മാനറിൽ പറ്റും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് സെക്കൻഡറി മെമ്മറിയിലാണ്. The majority of modern home computers use some form of Microsoft operating system. ഇപ്പൊ നാച്ചുറലി നമ്മളെല്ലാവരും വീട്ടിലുള്ള ആൾക്കാരാവട്ടെ, അതേപോലെ ഓഫീസിലുള്ള ആൾക്കാരാവട്ടെ, എല്ലാവരും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈനക്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് അതിൽ വരുന്ന ദ ഒറിജിനൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാസ് കോൾഡ് DOS. സോ ഒറിജിനൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ DOS ആണ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. So most computers use Windows. Windows comes in various versions. നമുക്കറിയാം വിൻഡോസ് എന്ന് പറയുന്ന കുറെ വേർഷൻസ് ഉണ്ട്. ബിഗിനിങ് വിത്ത് വേർഷൻ 3.x, then 95, 98, XP, അങ്ങനെ കുറെ വേർഷൻസ് പറയുന്നുണ്ട്. വിൻഡോസ് 10 അങ്ങനെ കുറെ വേർഷൻസ് ഉണ്ട്. Then ആപ്പിൾ യൂസ് ചെയ്യുന്നതാണ് Macintosh, Mac OS. Apple's Mac use their own operating system beginning with OS 1. Though most modern Mac use version 8.x, 9.x. So Apple's latest version is OS 10.1x. So അങ്ങനെ കുറെ വേർഷൻസ് ഒക്കെ ആപ്പിൾ മാക്കിലും വരുന്നുണ്ട്, മാക്കിൻടോഷിലും വരുന്നുണ്ട്. സോ നെക്സ്റ്റ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പറയാനുള്ള. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന്റെയും അതേപോലെ ഹാർഡ്വെയറിന്റെയും ഒരു ഇന്റർഫേസ് ആണ്. ദെൻ കറന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെയാണ് ഇതിപ്പോ നമ്മൾ എല്ലാ ആൾക്കാരും മീൻസ് ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാ രീതിയിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കമ്പ്യൂട്ടർ. സോ ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാഫിക് ലൈറ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവർ എല്ലാ കാര്യങ്ങളും അവിടെ എൻട്രി ചെയ്യും. അപ്പൊ നിങ്ങളെ അക്കൗണ്ട് നമ്പറും എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. സോ അങ്ങനെയാണ് അവർക്ക് കമ്പ്യൂട്ടറിന്റെ യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാഫിക് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, സ്പോർട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സ്പോർട്സിന്റെ ഡേറ്റാസ് മീൻസ് ആരൊക്കെ പെർഫോം ചെയ്യും, ആരൊക്കെയാണ് കളിക്കുന്നത്, ആരൊക്കെയാണ് അടുത്തതിൽ കളിക്കാൻ പോകുന്നത്, അങ്ങനെ എല്ലാ ടീമിന്റെയും എല്ലാ ഡേറ്റാസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സ്കൂൾസ് ആൻഡ് കോളേജസിൽ അറിയാം ടീച്ചേഴ്സിന്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം, കുട്ടികളുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം, അവരുടെ ഫീസ്, അവരുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണം. ദെൻ ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. നമുക്കിപ്പം പഠിക്കാൻ വേണ്ടി ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഇപ്പം വീട്ടിലിരുന്നിട്ട് നമുക്ക് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ക്ലാസ്സസ് കേൾക്കാൻ പറ്റും. ദെൻ എഡ്യൂക്കേഷൻ, റിസർച്ച്, എന്റർടൈൻമെന്റ്, നമുക്ക് ഗെയിം കളിക്കാം, മൂവീസ് കാണാം. ദെൻ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽസ് ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടേഴ്സ് ആവശ്യമാണ്. സോ ഇത്രയും അല്ല, ഇത് എല്ലാ കാര്യത്തിലും കുറെ കേസസ് ഉണ്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഒഴിച്ചുകൂടാനാവാത്ത കേസസ്. സോ ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ദെൻ നമുക്ക് എന്താണ് ലിമിറ്റേഷൻസ് നോക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെ. ഇത്രയും സമയം നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് പഠിച്ചിട്ടുള്ളത്. നമുക്കിനി ലിമിറ്റേഷൻസ് എന്താന്ന് നോക്കാം. Programmed and supervised by human, no intelligence, self-care, emotionless, thinking, retrieval of memory.
ഇത് എന്താന്ന് പറഞ്ഞാൽ നോ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിന് നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പ്യൂട്ടറിനെ നമ്മൾ കുറച്ച് ഡേറ്റാസ് ഫീഡ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഡേറ്റാസിന് അനുസരിച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക, അതിന്റെ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കമ്പ്യൂട്ടർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്തതാണെങ്കിൽ അതിന് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല, അതിന് തിങ്കിങ് പവർ ഉണ്ടാവില്ല. നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടേഴ്സ് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഒരു മനുഷ്യനെ പോലെ മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അടുത്ത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ കമ്പ്യൂട്ടറിന് അത് ഓർക്കാൻ പറ്റില്ല, അവരുടെ തിങ്കിങ് പവർ ഇല്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടറിനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ, അല്ലെ റിസൾട്ട് തരാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇതിലെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഈ പ്രോഗ്രാംഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ബൈ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പം പ്രോഗ്രാം മീൻസ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോഗ്രാംസ് കൊടുക്കണം, അപ്പൊ മാത്രമേ കമ്പ്യൂട്ടറിന് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹ്യൂമന്റെ, നമ്മൾ മനുഷ്യന്മാർ അവർ ഈ ഒരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, സൂപ്പർവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം, നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. അപ്പൊ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചിട്ടുള്ള റിസൾട്ട് കമ്പ്യൂട്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സമ്മറി നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലൂടെ പഠിച്ചെന്ന് ഉള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പെർഫോംസ് മാത്തമാറ്റിക്കൽ ആൻഡ് നോൺ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദി റിസൾട്ട്സ്. ഇറ്റ്സ് എ ഫസ്റ്റ് ജനറേഷൻ യൂസ്ഡ് ഇൻ വാക്യൂം ട്യൂബ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ് ആണ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ ആണ്, ദെൻ തേർഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ VLSI ഫോർത്ത് ജനറേഷൻ, ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫിഫ്ത് ജനറേഷൻ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു എന്താണെന്നുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. സോ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം നമ്മൾ ഓൾറെഡി ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ആ ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചിട്ട് എന്താന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.